നമ്മുടെ എസ് എസ് സിയുടെ 3 നോട്ടിഫിക്കേഷൻ ഈ മാസം വരാനായിട്ട് ഇരിക്കുന്നുണ്ട്. ഒരുപാട് നാളായിട്ട് എസ് എസ് സിയുടെ അപ്ഡേറ്റും കാര്യങ്ങളും, അതായത് പുതിയ നോട്ടിഫിക്കേഷൻ വരുന്നതൊന്നും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അത് ഓൾറെഡി നമ്മൾ ഇതിൻ്റെ കലണ്ടർ വീഡിയോ ചെയ്ത സമയത്ത് എല്ലാവരും ഇത് ശ്രദ്ധിക്കുന്നുണ്ടാവണമെന്നില്ല. അതായത് എപ്പോൾ വരുമെന്നുള്ളത് കൃത്യമായി ശ്രദ്ധിക്കുന്നുണ്ടാവണമെന്നില്ല. അതുകൊണ്ട് നമുക്കൊന്ന് വ്യക്തമായിട്ട് തന്നെ ഈ കാര്യങ്ങൾ നോക്കാം. എസ് എസ് സിയുടെ കലണ്ടർ ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി മാർച്ചിലാണ് നമ്മുടെ എസ് എസ് സിൻ്റെ 2026 നോട്ടിഫിക്കേഷൻസ് വരാനായിട്ട് പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 2026-27 വർഷത്തെ എസ് എസ് സിൻ്റെ കലണ്ടറാണ്. അപ്പോൾ ഈ കലണ്ടറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, മാർച്ച് 16-ന് 3 നോട്ടിഫിക്കേഷൻ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് 3 നോട്ടിഫിക്കേഷൻ തായാലും കൊടുത്തിട്ടുണ്ട്. ഈ 16-ന് പറയുന്നത് ഡിപ്പാർട്ട്മെൻ്റ് ആണ്, നമ്മൾ നോക്കണ്ട. അതിന് ശേഷമായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് എപ്പോഴാണ് ഡേറ്റ് എന്ന് കൊടുത്തിട്ടില്ല, പക്ഷേ മാർച്ച് മാസത്തിൽ തന്നെ ഈ നോട്ടിഫിക്കേഷൻ ഉണ്ടാകും. അപ്പോൾ ഇവിടെ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ 2026 ടയർ 1 എക്സാമിനേഷൻ്റെ നോട്ടിഫിക്കേഷൻ മാർച്ച് 2026 വരുന്നുണ്ട്. എല്ലാവരും കാത്തിരിക്കുന്ന, എല്ലാവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്ന, എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ഡിപ്പാർട്ട്മെൻ്റ് അല്ല, പുറത്തുള്ള യോഗ്യതയുള്ള സിവിലിയൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ നോർമൽ ഓപ്പൺ കാറ്റഗറിയിലുള്ള നമ്മളെ പോലുള്ള എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് നമ്മുടെ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡിഗ്രിയാണ് യോഗ്യത. ഡിഗ്രി ഉള്ളവർക്ക് നിരവധി ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് കയറാൻ സാധിക്കുന്ന ഒരു അവസരമാണിത്. സോ ഇവിടെ നമുക്ക് CBI, അതുപോലെ തന്നെ IB, റെയിൽവേ, ഇൻകം ടാക്സ്, ഇങ്ങനെ നിരവധി ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള ഗ്രൂപ്പ് B പോലുള്ള പോസ്റ്റുകളിലേക്ക് സെലക്ഷൻ നടത്തുന്ന ഒരു എക്സാമാണ്. നമുക്കറിയാവുന്നതാണ് CGL എന്ന് പറയുന്ന പോസ്റ്റിനെ കുറിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മെയ് 2026 അതുപോലെ തന്നെ മെയ് മുതൽ ജൂൺ 2026 ഇതിൻ്റെ ഇടയിലായിരിക്കും നിങ്ങൾക്ക് പരീക്ഷ നടക്കുക എന്നുള്ള കാര്യം കൂടി വ്യക്തമായിട്ട് ഇവിടെ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. സോ പിന്നീട് വരുന്നത് ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റാണ്. അതിൻ്റെയും മാർച്ചിലാണ് നോട്ടിഫിക്കേഷൻ വരുന്നത്. പിന്നെ വരുന്നത് ഫേസ് 14 നോട്ടിഫിക്കേഷൻ 2026 ആണ്. മുമ്പ് ഫേസ് 30 വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഓരോരു വർഷം കൂടുന്നത്. ഇനി അടുത്ത ഫേസ് 15 ആയിരിക്കും. കഴിഞ്ഞ വർഷം വന്നത് 13 ഇത്തവണ 14. അങ്ങനെ ഓരോരു വർഷവും ഫേസ് നോട്ടിഫിക്കേഷൻ വരാറുണ്ട്. സെലക്ഷൻ പോസ്റ്റ് എക്സാമിനേഷൻ എന്ന് പറയും. അപ്പോൾ അതിന് മിനിമം 10ാം ക്ലാസ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റാണ് കേട്ടോ ഇത്. മിനിമം 10th ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. നിരവധി പോസ്റ്റുകൾ ഇതിലുണ്ടാവും. അപ്പോൾ അതും വരാൻ പോകുന്നുണ്ട്. അതൊക്കെ ഈ മാർച്ച് മാസത്തിലാണ് വരുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ അത് വരുന്ന സമയത്ത് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. മുമ്പൊന്ന് അവെയർ ചെയ്ത്, അതായത് ഈ ഒരു സമയത്ത് അവയർനെസ് നൽകിയെന്നേ ഉള്ളൂ. നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് പ്രോപ്പറായിട്ട് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനായിട്ട് മറക്കേണ്ട.